ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഉണ്ണിയാല ബീച്ചിലേക്കാട്ടോ. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ബീച്ചാട്ടോ നമ്മൾ ഉണ്ണിയാല ബീച്ച്. ഇവിടെ ഒരുപാട് മാറ്റങ്ങളാട്ടോ വന്നേക്കുന്നത്. ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ അതാ ഒരുപാട് കടകളും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടനോട് പറഞ്ഞു എനിക്ക് ചൊരണ്ടീസ് വേണമെന്ന്. ഞാൻ അതും കഴിച്ചു. ഇവിടെ ഇതാ പൈനാപ്പിൾ കഴിക്കുകയാണ്. ഇച്ചപ്പന് ഉപ്പിലിട്ട് കൊടുക്കാറില്ല, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ മേടിച്ചാട്ടോ ഉപ്പിലിടാത്തത്. അങ്ങനെ ചുരണ്ടീസും പൈനാപ്പിളൊക്കെ കഴിച്ചാണ്ട് ആ കടേൻ്റെ മുന്നിൽ തന്നെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, അവിടെ ഇരുന്നു കേട്ടോ. ബെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ കാലം ഓർമ്മ വരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ചൊറയും പറഞ്ഞാണ്ട് അവിടെ ഇങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ. ഞങ്ങളൊരു 5 മണി 5:30 ടൈമിലാണ് പോയത്. അടിപൊളി വൈബാട്ടോ അവിടെ പോയി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുക്കൻ കടലേറ്റി വന്ന് വേണ്ടാർന്നപ്പോഴുള്ള എക്സ്പ്രഷനാട്ടോ. അങ്ങനെ കഴിച്ചതിന് പൈസ കൊടുക്കാൻ പോയപ്പോഴാണ് ഈ സാധനം എൻ്റെ കണ്ണ് പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ലേ, മേടിച്ചാണ്ട് കഴിക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ അവിടുത്തെ പൈസ കൊടുത്ത് കുറച്ചങ്ങോട്ട് നടന്നുട്ടോ. കടൽ കണ്ട അച്ഛനും മോനും ഭയങ്കര പ്രാന്താണ്. അങ്ങനെ അവിടെ കുറച്ചു നേരം കളിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പാർക്ക് കണ്ണപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറിയാണ്ട് ടിക്കറ്റ് എടുത്തു. അവിടെയുള്ള എല്ലാ ഐറ്റംസിനും കയറാൻ വേണ്ടിയിട്ട് 150 രൂപ കേട്ടോ. ഇച്ചാപ്പൂന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇച്ചാപ്പൂന് ആദ്യം തന്നെ വിമാനത്ത് കയറ്റി. ആൾക്ക് കയറിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. 2 റൗണ്ട് അടിച്ചപ്പോൾ ആളെ സ്വഭാവം മാറി കരച്ചു തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് നേരെ വിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ കുതിരേൻ്റെ മേലിൽ കയറാൻ പോയപ്പോൾ ആൾക്ക് പിന്നെയും ടെൻഷൻ കേട്ടോ. അതുകൊണ്ട് അതിൽ കയറിയില്ല, നേരെ ഈ സാധനത്തിൽ കയറിയിട്ടോ. അങ്ങനെ അതിൽ കയറിയപ്പോൾ ഇച്ചാപ്പന് ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി ഞാനും. അങ്ങനെ അതിൽ ഇറങ്ങിയിട്ട് ഈ സാധനത്തിൽ കയറി. ഈ സാധനം എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഒട്ടുമിക്ക സംഭവത്തിലും ഇച്ചാപ്പനെ കയറ്റിട്ടോ. ഇതിലൊക്കെ കയറാൻ ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ വിമാനത്തിൽ കയറി കറക്കിക്കൊണ്ട് ആൾക്ക് ഭയങ്കര ടെൻഷൻ മനസ്സിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കയറുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ നിർത്തി ആൾ ആ ടെൻഷനൊക്കെ മാറ്റിയിട്ട് പിന്നെ എല്ലാ സംഭവത്തിലും ആൾ കയറി തുടങ്ങിയിട്ടോ. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ കയറിയാണ്ട് കീയാണ്. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും ശരിയാവണില്ല. അതിൻ്റെ കുഴപ്പമാണോ അതോ ഇച്ചാപ്പൻ്റെ ട്രൗസറിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ ഊഞ്ഞാലിൽ പോയിരുന്നപ്പോൾ അച്ചെടുത്തിയതാണ്ട് ശരിയായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊളിഞ്ഞട്ടി വീണു. വീണ്ടില്ല, ചെറുതായിട്ട് വീഴാൻ പോയി. അങ്ങനെ നേരെ ഈ ചാടി കളിക്കുന്ന സംഭവത്തിൽ ആദ്യം കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴത്തെ ചാടി കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്ത പൈസക്ക് നല്ല അടിപൊളിക്ക് മുതലാക്കിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഉണ്ണിയാല ബീച്ചിക്ക് കുട്ടികളെ മക്കളായിട്ടൊക്കെ വരണവർ ഒന്ന് അവിടെ വിസിറ്റ് ചെയ്തോ. അവർക്ക് നല്ല സന്തോഷമാവും. നമ്മളെ കുട്ടികളെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ അവിടെ അടുത്തുള്ള കടയിൽ തന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു. ഇച്ചപ്പ് കട്ട്ലേറ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാട്ടുന്ന പോലെ തന്നെ ആൾ കാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയും കുറച്ച് കടികളൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ. ഒരുപാട് കളികളുണ്ട് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പൊക്കവടയും പിന്നെ കട്ട്ലേറ്റും ആണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഒരു ചെറുക്കുണ്ടായിരുന്നു, ആളും അടിപൊളി കേട്ടോ. ഇതാണ് ആള്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നേരെ വീട്ടിൽ പോയി. ബൈ.